തമാശക്ക് പോലും മക്കളോട് കളവ് പറയരുത്. കഴിയാത്തത് ചെയ്യുമെന്നവരോട് പറഞ്ഞേക്കരുത്. കാരണം വാക്കിന്റെ വില സ്വന്തം ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പഠിക്കണം മക്കള്. ആ മക്കൾക്ക് ഒരിക്കലും ബാപ്പ പറഞ്ഞത് എന്തായാലും ചെയ്യൂല എന്ന് തോന്നുന്ന ഒരു ശൈലി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തൽക്കാലം കഞ്ഞി കുടിക്കാൻ വേണ്ടി പറയാ, മോനെ കഞ്ഞി കുടിച്ചാൽ എന്നെ കൂട്ടിയിട്ട് അങ്ങാടിയിൽ പോകുമെന്ന് പറയാം. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാൻ ഉണ്ടാവൂല. അങ്ങനെ കളവ് പറയരുത് മക്കളോട്. അപ്പൊ ആ കുട്ടികൾ കളവ് ജീവിതത്തിൽ പഠിച്ചെടുക്കും. കഞ്ഞി കുടിക്കാൻ വേണ്ടി താൽക്കാലികമായി പോലീസ് വരുമെന്ന് പറയാം. എന്തിന്റെ പേരിൽ? കഞ്ഞി കുടിക്കാത്തതിന്റെ പേരിൽ. ഇവര് ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ മക്കൾ നമ്മളെക്കാളൊക്കെ തിരുവാടുള്ള കുട്ടികളാ. അവരോട് കഞ്ഞി കുടിച്ചില്ലേ പോലീസ് വരും എന്ന് പറയുമ്പോ അവർ കേൾക്കാതെ പറയും, നിങ്ങൾ എന്നെ കഞ്ഞി കുടിപ്പിച്ചാ പട്ടാളവും വരും. കാരണം ഏത് പോലീസാണോ വരും അതുപോലത്തെ പട്ടാളം അവരെ കയ്യിലോ. ആ കുട്ടികളോട് കള്ളം പറഞ്ഞ് കഞ്ഞി കുടിപ്പിച്ച് താൽക്കാലികമായി കുട്ടിയുടെ വയറ്റിൽ എങ്ങനെങ്കിലും കഞ്ഞി എത്തിക്കണം എന്ന് വിചാരിച്ച് ആ കുട്ടിയെ കള്ളം പറയുന്നത് പഠിപ്പിച്ചാൽ ഭാവിയിൽ കളവ് പറയുന്നതിന് മടിയില്ലാത്ത മക്കളായി അവര് മാറി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുനാഫിഖീങ്ങളുടെ അടയാളം എണ്ണി പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഭാവമാണ് കള്ളം പറയുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വന്തം മക്കളോട് കള്ളം പറയുന്നവരാകരുത്. സ്വന്തം മക്കളോട് കള്ളം പറയുന്നവരാകരുത്. അതേ സ്ഥാനത്ത് മക്കളോട് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തു, പക്ഷേ വിചാരിച്ചതുപോലെ നടന്നില്ല. അതിന്റെ പേരിൽ കള്ളം എന്ന് പറയില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കഴിയൂന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആ സമയത്ത് കഴിയാത്തതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ അവരോട് പറയണം, മക്കളെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച വഴികൾ തുറക്കാത്തത് കൊണ്ടാണ്, തുറന്നാൽ ഞാൻ ചെയ്തു തരൂ എന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വിലയില്ല എന്ന് മനസ്സിലാക്കി ആ മക്കളും ജീവിതത്തിൽ കള്ളം പറയുന്ന സ്വഭാവം പഠിച്ചെടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ കള്ളം പറയുന്നവനാണെങ്കിൽ കള്ളം പറയുന്നവന്റെ ആ സംസാരത്തിന്റെ നാറ്റം കൊണ്ട് മലക്കുകൾ പോലും വിദൂരത്ത് പോയി കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും വളരെ നിസ്സാരമായ സംഗതിയാണ്. ചിലർക്ക് അതൊരു നടപ്പാണ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യണേ കള്ളം പറഞ്ഞാലേ പറ്റൂന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, കള്ളം പറഞ്ഞിട്ടേ ബിസിനസ് ചെയ്യാവൂന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. ഈ അടുത്തൊരാളെന്നോട് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തണേ കള്ളം പറയാണ്ട് പറ്റൂല. കള്ളം പറഞ്ഞാലേ റിയൽ എസ്റ്റേറ്റ് ആകുള്ളൂ. എങ്ങനെ കള്ളം പറഞ്ഞാലേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പറ്റുള്ളൂ? വെറുതെ തെറ്റിദ്ധാരണയാണ്. ഉറച്ച വിശ്വാസം വേണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. എനിക്ക് അല്ലാഹു കണക്കാക്കി വെച്ച ഒരു സമ്പത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തന്നെ വന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോകൂല. നഷ്ടപ്പെട്ടു പോവോ? ഞമ്മക്ക് കണക്കാക്കിയ പൈസ നമ്മക്ക് കിട്ടാണ്ട് പോവോ? അതെത്ര തന്നെ കൈവച്ചാലും നമുക്ക് കണക്കാക്കിയത് നഷ്ടപ്പെട്ടു പോകൂല. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ എത്ര കളിച്ചാലും കിട്ടൂല എന്ന് റബ്ബ് തീരുമാനിച്ചൊരു കാര്യം നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് കണക്കാക്കിയതേ നമുക്ക് വരുള്ളൂ എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അവിടെ ഒരിക്കലും നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്നവരാകരുത്. താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി, താൽക്കാലികമായ ഒരു പുരോഗതിക്ക് വേണ്ടി, താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി, ഞാനൊരു വലിയ കച്ചവടക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഞാനൊരു ഭയങ്കരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ളം പറയുന്ന സ്വഭാവമായ ചിലപ്പോൾ താൽക്കാലികമായി അവരെ മുന്നിൽ നീ സ്റ്റാറായിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ടുള്ള നാശവും നട്ടവും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോയാലും കളവ് എന്റെ നാവിൽ നിന്ന് ഞാൻ പറയൂല. ഈ ഉറച്ച വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടാകണം. എന്ത് നഷ്ടപ്പെടുമെന്ന് വന്നാലും കളവ് പറയൂല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. ഒരിക്കലും എനിക്ക് എന്റെ റബ്ബ് ഖൈറല്ലാത്തത് തരൂല എന്ന റബ്ബിനെ കുറിച്ച് നല്ല വിശ്വാസം കയ്യിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് വേറെ പറയാനില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്,
ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായ ജീവിതമാണ് അല്ലേ? ഇവിടുത്തെ ജീവിതം വളരെ നിസ്സാരമായ ജീവിതമല്ലേ? അല്ലേ? ദുനിയാവിലെ ജീവിതം അത് വെറും വയല് പറയാൻ വേണ്ടി മാത്രം ഉള്ളതൊന്നുമല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് അത് വെറും ഒരു വയലിന്റെ മേറ്ററാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകമാണ്, അത് താൽക്കാലികമാണ് എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ മേറ്ററായിട്ട് പറയുന്നതല്ലേ? അത് യഥാർത്ഥത്തിൽ ഇത്രയും താഴ്ന്നൊരു ലോകമില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നല്ല സന്തോഷമുള്ള ഒരാള്, അയാൾക്ക് ടെൻഷൻ ആകാൻ കുറെ മണിക്കൂർ വേണോ? നല്ല സന്തോഷമുള്ള ഒരു മനുഷ്യർ, അയാൾക്ക് ടെൻഷൻ അടിക്കാൻ കുറെ മണിക്കൂറുകൾ വേണോ? വേണ്ട. ഒരു ചെറിയ ഫോൺ കോൾ വന്നാൽ മതിയില്ലേ? എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ പേടിപ്പെടുന്ന എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ അതോടെ എല്ലാ സന്തോഷവും പോയി. മംഗലാപുരത്ത് ഞാനൊരു മരിച്ച വീട്ടിലേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ കൂടെയാണ് മരിച്ച വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു ഒരു മരിച്ച വീട്ടിൽ കയറാണ്ട് നിർബന്ധമായിട്ടും കയറണം. അപ്പോ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് മരിച്ച വീട്ടിലേക്ക് നോക്കുമ്പോ അലങ്കരിച്ചു വെച്ച പന്തലാണ്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു പഠിച്ച റബ്ബേ, ഇവിടൊക്കെ മരിച്ച ദ്വാരക്കൽ ഇങ്ങനെ പന്തലൊക്കെ കെട്ടി ഭയങ്കര അലങ്കരിക്കുവോ? ഇതെന്തായിരിക്കും പരിപാടി? ചോദിക്കാനൊരു മടി. കാരണം അവിടുത്തെ ആളുകളെ മുന്നിൽ ചോദിച്ചിട്ട് അഥവാ എന്തെങ്കിലും വിഷമായാലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി അവന്റെ വീട്ടിൽ പടിയേറുമ്പോ കൈ പിടിച്ചിട്ട് എന്നോട് ആ കൂട്ടുകാരൻ പറഞ്ഞു, ഇന്നലെയായിരുന്നു ഇവിടെ മകളുടെ വിവാഹം. ഇന്നലെ രാത്രിയിൽ ആ കുട്ടി മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പുതിയുണ്ണിയായി ഒരുങ്ങി നിന്ന പെണ്ണ് പുതുമാരിയുടെ വസ്ത്രം ധരിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്ന് തന്നെ കഫൻ തുണിയുടെ ഉള്ളിലേക്ക് കടക്കേണ്ട അവസ്ഥയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. പുതുമാരന്റെ വസ്ത്രം ധരിച്ചു പോകുന്ന വഴിയിൽ വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏത് സന്തോഷമുള്ള സമയവും ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് മാറി വരും. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ തൃക്കരിപ്പൂരിൽ പറഞ്ഞിരുന്നു, നമ്മളെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും അല്ലേ? മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവൂലേ? ഇല്ലേ? എല്ലാവരും ഹാപ്പിയാ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. ഹാപ്പിയാണ് എപ്പോഴും വേണ്ടത്. പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ തിടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ലോകത്തോട് വിട പറഞ്ഞു പോയ സമയം, ആ പ്രിയപ്പെട്ട മകനെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്ന സമയം, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു എന്ന് ഹദീസിൽ കാണാം. അതാ മകനോടുള്ള കാരുണ്യമാണ്. മകന്റെ വേർപാടിന്റെ പേരിൽ, ആ കുട്ടിയുടെ വേർപാടിന്റെ പേരിലുള്ള വേദന, അത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാരുണ്യമായി കണ്ണിലൂടെ ഒലിച്ചു വന്നതാണ്. ഇത് ജീവിതത്തിൽ എല്ലാവർക്കും കടന്നു പോകാനുള്ള മേഖലകളാണ്. സന്തോഷമുള്ള സമയം ഉണ്ടാകും, ടെൻഷനുള്ള സമയം ഉണ്ടാകും. രണ്ടും അല്ലാത്ത മൂഡ് ഓഫും അല്ല, മൂഡ് ഔട്ടും അല്ല, മൂഡും അല്ല, അങ്ങനെയൊന്നും അല്ലാത്തൊരു മൂഡും ഉണ്ടാവും അല്ലേ? എയറോപ്ലെയിൻ മേടായിട്ട് വിളിച്ചാലും കിട്ടൂല, പറഞ്ഞാലും കിട്ടൂല, അങ്ങനെയൊന്നും ഇല്ല. എന്നാ ഫോൺ കളിക്കുകയും ചെയ്യാ. അങ്ങനെ ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടാവും. ഒന്നിനും മൂഡ് ഉണ്ടാവില്ല, ഫോൺ കളിക്കാൻ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ചിലപ്പോൾ ചില മൂടുണ്ടാകാം. ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞത് മരണം വരെ നിലനിൽക്കുന്ന ജീവിതമല്ല, മറിച്ചോ ഒരു സെക്കൻഡിലും നിലനിൽപ്പില്ലാത്ത ലോകമാണ് ഈ ലോകം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കമ്പനികളുണ്ട് ഇവിടെ, ഏതൊക്കെ വിധത്തിലുള്ള കമ്പനികളുണ്ട് ഇവിടെ. ആ കമ്പനികളിൽ നിന്ന് വിലപിടിപ്പുള്ള വലിയ ബ്രാൻഡിന്റെ വസ്ത്രം വാങ്ങിയിട്ട് നമ്മൾ ധരിച്ചാൽ ആദ്യത്തെ ദിവസം ധരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ ദിവസം കിട്ടാനില്ല. ആദ്യത്തെ ദിവസം കിട്ടുന്ന ക്വാളിറ്റി രണ്ടാമത്തെ ദിവസം ഉണ്ടാവോ? അത് എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും, എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും ആദ്യത്തെ ദിവസം ഉണ്ടാകുന്ന ആ ഒരു ഇംപ്രഷൻ രണ്ടാമത്തെ ദിവസം കിട്ടൂല. രണ്ടാമത്തെ ദിവസം കിട്ടിയ ഇംപ്രഷൻ മൂന്നാമത്തെ ദിവസം കിട്ടൂല. കാരണം ഈ ലോകം എന്ന് പറയുന്നത് മെയിന്റനൻസിന്റെ ലോകമാണ്, നിലനിൽക്കുന്ന ലോകമേ അല്ല. മരണം വരെ നിലനിൽക്കുന്ന ലോകമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അടുത്ത സെക്കൻഡിൽ പോലും ചിലപ്പോൾ
നിലനിൽക്കാത്ത ലോകമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി, റോളക്സിന്റെ വാച്ച് ഇറങ്ങി. എത്രയാണ് വില എന്നറിയോ? $2.5 എത്ര? $2.5 ഒരു വാച്ചിന്റെ വില. അല്ലെങ്കിൽ $5 ലക്ഷം ഒരു വാച്ചിന്റെ വില. അതേ 10 ലക്ഷം ദിർഹംസാണ് ഒരു വാച്ചിന്റെ വില. ഈ വാച്ച് വാങ്ങാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കും. എപ്പോഴാ സാധിക്കല്? $10 ലക്ഷം കയ്യിലുണ്ടായാൽ വാങ്ങാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിലോ $500, അത് $5 ലക്ഷം ഉണ്ടായാൽ വാങ്ങാൻ കഴിഞ്ഞേക്കും. 2.5 ലക്ഷം ദിർഹംസ് ഉണ്ടായാൽ ആ വിലപിടിപ്പുള്ള വാച്ച് വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അങ്ങനെയുള്ള 10ഉം 20ഉം 40ഉം വാച്ചുകൾ ചിലപ്പം വാങ്ങാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് വാങ്ങാൻ ഡോളറുകൾ മറിയുന്നത് കയ്യിലുണ്ടായാൽ സാധിക്കുമോ? പണത്തിന്റെ മേലെ പറക്കാത്ത പരുന്തുകളില്ലാതെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാ ഞാൻ ചോദിക്കുന്നത്, നിന്റെ പണത്തിന്റെ ഊക്ക് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഈ ലോകത്ത് വാങ്ങാൻ നിനക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? ഇല്ല, ഇല്ല. ഡോളറുകൾ വില വരുന്ന വാച്ചുകൾ വാങ്ങാൻ കഴിയും. അതേ 2.5 ലക്ഷം ദിർഹംസിന് വാങ്ങിയ വാച്ച് 2 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ 3 ലക്ഷത്തിന് വിൽക്കാൻ ചിലപ്പോ സാധിച്ചേക്കും. പക്ഷേ ആ വാച്ച് വാങ്ങാൻ സാധിച്ചാൽ പോലും മനുഷ്യ അത്ര ഉന്നത സ്ഥാനത്തേക്ക് ആ ബ്രാൻഡിനെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാച്ചിൽ നീ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സെക്കൻഡുകളെ മനസ്സിലാക്കാനാണ്, മിനിറ്റുകളെ മനസ്സിലാക്കാനാണ്, മണിക്കൂറുകളെ മനസ്സിലാക്കാനാണ്. അതിലൊരു സെക്കൻഡ് ലക്ഷങ്ങൾ ഡോളർ ചെലവഴിച്ചാലും വാങ്ങല് സാധ്യമേ അല്ല. വാങ്ങാൻ കഴിയോ? ഇല്ല. നല്ല മണിമാളിക പണിയാൻ ചിലപ്പോ സാധിച്ചേക്കും, അല്ലേ? നല്ല മണിമാളിക ഉണ്ടാക്കാൻ ചിലപ്പോ സാധിച്ചേക്കും. സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങൾ മുഴുവനും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ ചിലപ്പോ സാധിച്ചേക്കും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ആ വീട്ടിന്റെ ഉള്ളില് സമാധാനം വാങ്ങാൻ നിനക്ക് കഴിയുമോ? ഇല്ല, ഇല്ല. വീട്ടിൽ കൂടിയത് മുതലേ പ്രശ്നങ്ങളാണ്. തലവേദനയാണ്, വയറുവേദനയാണ്, കച്ചവടത്തിൽ പ്രശ്നമാണ്, മക്കളിൽ പ്രശ്നമാണ്, ഭാര്യയിൽ പ്രശ്നമാണ്, എല്ലായിടങ്ങളിലും പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വീട്ടിന്റെ ഉള്ളിൽ സമാധാനം തരേണ്ടവനും അല്ലാഹ്, അത് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയൂല. ഞാനിത് പറഞ്ഞത് കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലാതെ വീട് മാറിയത് കൊണ്ടാണ് എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ചിലപ്പം വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, ദിശ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ ആരും പറഞ്ഞിട്ട് നിങ്ങളെ പൈസ നഷ്ടപ്പെടുത്തിയിട്ട് അന്ന് മൊലിയാര് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാകൂല. കാരണം എല്ലാ ഫീൽഡിലും എത്രത്തോളം നിങ്ങൾ കണ്ടില്ലേ, ഡോക്ടർ കിഡ്നി കട്ടെടുത്തു എന്ന് പത്രത്തിൽ നമ്മളെ വായിക്കുക. ഡോക്ടർ ആരാ? ഡോക്ടർ കിഡ്നിക്ക് തകരാറ് വന്നാൽ ചികിത്സിക്കേണ്ടവനാ ഡോക്ടർ. ആ ഡോക്ടർ കിഡ്നി കട്ടെടുത്തിട്ട് കേസായി പത്രത്തിൽ വായിക്കുകയാണ് നമ്മള്. ഇതുപോലെ ചിലപ്പോ ഏതെങ്കിലും മൗലിയന്മാരും ഉണ്ടാകും, മൗലിയന്മാരെ വേഷത്തിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നവരുണ്ടാകാം, എനിക്കറിയില്ല. ഒക്കെ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, അല്ലേ? ഒക്കെ കണ്ണടച്ച് വിശ്വസിക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് വീട് വാങ്ങാൻ നമുക്ക് കഴിയും. ആ വീട്ടിനുള്ള സമാധാനം വാങ്ങാൻ കഴിയോ? വീട്ടിനുള്ളിൽ സമാധാനം വാങ്ങാൻ നമുക്ക് കഴിയോ? ഇല്ല. അവിടെ സമാധാനമായ ഒരു സെക്കൻഡിലെ ജീവിതം എനിക്ക് നിർബന്ധമായി ഉണ്ടാകണം എന്ന് വിശ്വസിക്കാനും അത് ആലോചിക്കാനും അല്ലാതെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അല്ലാഹുവാണ് മനസ്സിൽ സമാധാനം തരേണ്ടവൻ. അൻസലല്ലാഹു സകീന, ഖുർആനിൽ സ്ഥലത്ത് പറഞ്ഞില്ലേ, അവർക്ക് നമ്മൾ സമാധാനം നൽകി. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാൻ, എന്തിനാണ് അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്? അവർ അടക്കത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സന്തുഷ്ടമായ ജീവിതം കിട്ടാനോ. ആ ജീവിതം വീട് വാങ്ങാൻ കഴിഞ്ഞാലും പൈസ കൊടുത്ത് വാങ്ങാൻ റബ്ബ് തന്നില്ലെങ്കിൽ സാധിക്കൂല. ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയൊരു ടെൻഷൻ അല്ലേ? കൊറോണന്റെ സമയത്ത് എല്ലാവരും ടെൻഷൻ അടിച്ചില്ലേ? ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു ടെൻഷനും ഇല്ലേ? ഞാനിങ്ങനെ ഓർക്കേട്, കുവൈത്തിലെ ഒരു ബിസിനസ്സുകാരനെ കണ്ടപ്പോ അയാൾ എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കുമ്പോ വല്ലാണ്ട് അമർത്തിയിട്ട് കൊറോണ പോകാൻ ദ്വാരക്കരുത് കേട്ടോ.
ഞാൻ ചോദിച്ചാ എല്ലാവരും കൊറോണ പോകാനാ ദ്വാരക്കാൻ പറയല്, നിങ്ങളിതേ കൊറോണ പോകല്ലാന്ന് ദ്വാരക്കാണ് അമർത്തിയിട്ട് ദ്വാരക്കല്ല എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ദ്വാരക്ക് ജാപത്തുള്ള ആളായതുകൊണ്ടല്ല. നിങ്ങളെപ്പോലെയുള്ള കുറെ മൂമിനികൾ ഉണ്ടാവില്ല ആമീൻ പറയാൻ. ചിലപ്പോൾ ആമീൻ പറഞ്ഞിട്ട് അതങ്ങ് കബൂലായി പോയാൽ കൊറോണ അങ്ങ് പോകുന്നുള്ള പേടിയാണ് അയാൾക്ക്. അയാൾ പറയാണ് വല്ലാതെ അമർത്തിയിട്ട് കൊറോണക്ക് വേണ്ടിയിട്ട് നീങ്ങാൻ വേണ്ടി ദ്വാരക്കരുത് കേട്ടോ. 3 കണ്ടെയ്നർ ഉണ്ട് ഉസ്താദേ ചൈനയിൽ നിന്ന് കയറ്റി, അതിവിടെ എത്തിയിട്ട് ആ മാസ്ക് മുഴുവൻ വിറ്റിട്ടില്ലെങ്കിൽ കൊറോണ പോയാൽ മാസ്ക് പോലും ഉണ്ടാവില്ല. ഞാനിത് കൊണ്ട് കെട്ടി വലിയും, എനിക്ക് പിന്നെ എവിടെ ഇറങ്ങാനാവില്ല, ഉള്ള പൈസ തീർത്തും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൊറോണ കൊണ്ട് ഒരു വിഭാഗത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. ആ കൊറോണ കൊണ്ട് തന്നെ ഗുണമുണ്ടാകുന്ന സമയത്ത് തന്നെയും സ്വന്തത്തിൽ ഭയം ഉണ്ടായില്ലേ അല്ലേ? മാസ്ക് വിൽക്കുന്നവന്റെയും മനസ്സിന്റെ ഉള്ളിൽ പേടി ഉണ്ടായില്ലേ? വടച്ചറബേ കൊറോണ വന്നാലോ എന്ന പേടി ഉണ്ടായില്ലേ? ആ കൊറോണ വന്ന സമയത്ത് എത്രയാ മനുഷ്യൻ ടെൻഷൻ അടിച്ചത് അല്ലേ? ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടോ അല്ലേ? കാസർഗോഡ് നിന്ന് എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടേക്ക് പോയ മാപ്പ് വരച്ചതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടോ? ഇപ്പത് ചിരിയാണ്, അന്നത് വലിയ ടെൻഷനായിരുന്നു അല്ലേ? അങ്ങനെ മാപ്പ് വരക്കൂന്ന് പേടിച്ചിട്ട് എത്രയാണ് പോലീസുകാരന്റെ മുന്നിൽ കണ്ണുവെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതൊക്കെ ആലോചിച്ച് നോക്കിയപ്പോ ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നും. അന്നാ അനുഭവിച്ച അനുഭവം എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയോ? ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ട് അതൊക്കെ ഒരു തമാശയായിരുന്നോ പഠിച്ചോനെ എന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോ അത് ഇപ്പൊ ചിലപ്പോ ചില ആളുകൾ പറയൂ, ഇല്ല മൊയ്ലിയാരെ എന്റെ മൂക്കിലാ കൊറോണ ഉണ്ടായി, നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവൂല, ഞാൻ അനുഭവിച്ചവനാ, എനിക്കറിയാം എന്റെ പ്രയാസം എത്രയാണ് അല്ലേ? മൂക്കിന്റെ ഉള്ളിൽ നിന്ന് മൂപ്പരെ കാണാനില്ല, തപ്പിയിട്ടും കിട്ടുന്നില്ല, ടിഷ്യൂ ഇട്ട് നോക്കി, കൈയിട്ട് നോക്കി, എല്ലാ കളിയും കളിച്ചു, മൂപ്പരെ കിട്ടാനില്ല. പക്ഷെ മൂപ്പരുണ്ടാക്കി വെച്ചൊരു മുസീബത്ത്, ശ്വാസം നേരെ വലിക്കാൻ കഴിയുന്നില്ല, ശ്വാസം നേരെ വിടാൻ കഴിയുന്നില്ല, യഥാർത്ഥത്തിൽ കിടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. എത്രയാ ബുദ്ധിമുട്ടിയത്. മരിച്ചിട്ട് ജീവിച്ചതാണ് എന്ന് വരെ കൊറോണ വന്നിട്ട് എന്നോട് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. ഞാൻ മരിച്ചു വിചാരിച്ചതാ ഹോസ്പിറ്റലിൽ, രക്ഷപ്പെടും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലേ? ഞാൻ മരിച്ചു എന്ന് പ്രതീക്ഷിച്ചതാണ് എന്ന് കൊറോണ വന്നിട്ട് പ്രയാസപ്പെട്ട് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സെക്കൻഡ് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയോ? ഇല്ല ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് താൽക്കാലിക ലോകമാണ്. അന്ന് ടെൻഷൻ അടിച്ചു, ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരികയാണ്. അതെ, ഇന്ന് നമ്മൾ ചിരിക്കുകയാണ്, അന്ന് ടെൻഷൻ അടിച്ചതാണ്. ഇപ്പൊ ആലോചിച്ചിട്ട് നമുക്ക് ചിരി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അങ്ങനെ ഒരു രോഗം വന്നാലോ റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഈ ലോകം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ലോകമല്ല. സന്തോഷവും നിലനിൽക്കൂല, ടെൻഷനും നിലനിൽക്കൂല, ഒന്നും നിലനിൽക്കൂല. നിലനിൽക്കുന്ന ജീവിതം അത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതമാണല്ലോ യഥാർത്ഥത്തിലുള്ള ജീവിതം. ഇത് താൽക്കാലികമായ ലോകത്ത് ആഖിറത്തിലേക്ക് പോകുന്ന വഴിയിൽ എന്നെയും നിന്നെയും പരീക്ഷിക്കാൻ വേണ്ടി റബ്ബയച്ച ലോകമാണല്ലോ. ഈ ലോകത്ത് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനാരോ, അതിനു വേണ്ടി അധ്വാനിക്കുന്നവനാരോ, അതിനു വേണ്ടി പണിയെടുക്കുന്നവനാരോ, അവനാണ് ബുദ്ധിമാൻ. എന്തേ കാരണം? ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ലോകമാണ്. ഒന്നും നിലനിൽക്കാത്ത ലോകം, ഒന്നും നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാനുള്ള വിശ്വാസികളെ, നല്ല പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വാങ്ങാൻ കഴിയും അല്ലേ? കഴിയൂലേ? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. തെക്കൻ ഭാഗത്ത് ജില്ല പറഞ്ഞിട്ട് അവിടെയുള്ള ജില്ലക്കാർക്ക് ഒരു പ്രയാസം വേണ്ട. ഒരു ഫാർമസി കോളേജ് കാണാൻ വേണ്ടി പോയി, ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ അതിന്റെ ഓണറെ പരിചയപ്പെട്ടു. അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഇങ്ങനെയുള്ള കോളേജ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, കാര്യം കിട്ടണമെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങിക്കോ. എന്താ കാരണം? അപ്പൊ അയാൾ പറയാണ്, തല പൊട്ടി കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയ്യും കാലും എടുത്തു വരുന്ന രക്ഷിതാക്കളെ മുന്നിൽ നമ്മൾ എഴുതുന്ന ബില്ല, വിലപേശലൊന്നുമില്ല. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അല്ലാഹ് മറ്റുള്ളവന്റെ ആരോഗ്യത്തെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന സ്വഭാവം. എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എല്ലാരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ ജീവിതത്തെ തിട്ടപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് ഒരു വേദന. അവിടെ പഠിക്കുന്ന സമയം ഞാൻ ഇന്നലെ തൃക്കരിപ്പൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇടത് ഭാഗത്ത് നിന്നൊരു വേദന വന്നപ്പോ
ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് പോയത്. എനിക്ക് പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നെഞ്ഞുവേദന ഉണ്ട്. ഡോക്ടറെ അടുക്കലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ECG എടുക്കണം. ECG എടുത്തിട്ട് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 5-8 കൊല്ലായിട്ടോ. 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. ആരാ പറയുന്നത്? ഡോക്ടറാ പറയുന്നത്. ECG നോക്കിയിട്ട് നിങ്ങളെ കാര്യം ഭയങ്കര ബേജാറാണ്. 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. പെട്ടെന്ന് ബ്ലോക്ക് നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചറബേ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ലല്ലോ, അത്ര ഗൗരവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. നെഞ്ഞിന്റെ അടുത്ത് ഭാഗത്തുനിന്നൊരു വേദന ഉണ്ട് എന്നതിൽ കവിഞ്ഞ് അതൊരു ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്തൊരു വേദന, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ. ഞാനാണോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങളാണോ ഡോക്ടർ ഞാനാണോ ഡോക്ടർ ചോദിച്ചാല് നമ്മുടെ ഡോക്ടർ നിങ്ങളാണ്, പക്ഷെ രോഗി ഞാനാണല്ലോ, എനിക്കും കൂടി ഫീൽ ചെയ്യണല്ലോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു 1 മണിക്കൂറിനപ്പുറങ്ങൾ ജീവിക്കൂല, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് വരണം. ഞാൻ പറഞ്ഞു ഒപ്പിടാൻ കഴിയില്ല. പാപ്പനെ വിളിച്ചു. പാപ്പ പറഞ്ഞു സംസം വെള്ളത്തിൽ ഇന്നാലിന്ന സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ധൈര്യം തന്നതാണ്. ഏത് വാപ്പന്റെയും മനസ്സിൽ സ്വാഭാവികമായി ആ സമയത്ത് വിദേശത്ത് വിളിച്ച് ഇങ്ങനെ ഒരു രോഗം പറഞ്ഞാൽ എന്താ ഉണ്ടാകുക നിങ്ങൾക്കറിയാം. അപ്പൊ വാപ്പ എന്നോട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇവിടുന്ന് വിടണമെങ്കിൽ മരിച്ചുപോയാൽ, വഴിയിൽ വെച്ച് മരിച്ചുപോയാൽ ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കാതെ പോയതാണ്, ഡോക്ടർ അതിന് ഉത്തരവാദിയല്ല എന്ന് എഴുതി ഒപ്പിട്ട് തരേണ്ടത്. അങ്ങനെ അറബിയിൽ അയാൾക്ക് എഴുതി കൊടുത്തു. ഞാൻ മരിച്ചു, അയാൾ ഉത്തരവാദിയല്ല. അയാൾ ഉത്തരവാദിയല്ലല്ലോ, സാധുവിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അങ്ങനെ അയാൾക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് പറഞ്ഞതുപോലെ സംസം വെള്ളത്തിൽ മന്ത്രിച്ച് വെള്ളവും കുടിച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മുസ്തശ്ഫൽ ഹുസൈൻ എന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ. ഈജിപ്തിൽ പോയവർക്കറിയാം. ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, കത്ത് കണ്ടപ്പോ സീരിയസ് ആണ് എന്നാണ് ഡോക്ടർ കത്ത് കിട്ടിയത്. പെട്ടെന്നൊരു ECG എടുക്കണം. അങ്ങനെ ECG എടുത്തു. ECG എടുത്തെല്ലാം കഴിഞ്ഞപ്പോ എന്റെ എന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഒരു കോയിൻസ് ഉണ്ടായിരുന്നു. ഞാൻ അടിയിൽ കൊടുത്ത പാന്റിന്റെ പോക്കറ്റ്. ആ കോയിൻസ് ഉള്ളത് കൊണ്ട് ECGയുടെ വേരിയേഷൻ മുഴുവനും തെറ്റിപ്പോയി. പക്ഷെ അത് ഈ ഡോക്ടർക്കാണ് മനസ്സിലായത്. നേരത്തെ ഡോക്ടർ വിചാരിച്ചത് ഞാൻ ഭയങ്കര സീരിയസിലാണ്. ഇയാള് കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല. എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മെഷീൻ എന്തോ ഒരു തകരാറ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ അയാൾ ചോദിച്ചു എവിടെയെങ്കിലും കമ്പിയിട്ടിട്ടുണ്ടോ, കൈക്ക് കമ്പിയിട്ടിട്ടുണ്ടോ, കാലിന് കമ്പിയിട്ടിട്ടുണ്ടോ, അപകടം പറ്റിയിട്ട് കമ്പിയിട്ടിട്ടുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറെ സമയം അന്വേഷിച്ചപ്പോഴാണ് ഉടുത്തിരുന്ന പാന്റിലുള്ള ഒരു ഉറുപ്പിയുടെ അവിടുത്തെ ഒരു ജിനൈഹിന്റെ കോയിന് കിട്ടുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പേരിലാണ് ECG തെറ്റി കാണിച്ചത്. നേരത്തെ ഞാൻ അവിടെ കിടന്നു കൊടുത്തിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ആവശ്യമുള്ള പണിയൊക്കെ അയാൾ എടുക്കുകയായിരുന്നു. ഞാനിതെന്തിനാ പറഞ്ഞത്? മെഷീനുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചോനല്ല. ഡോക്ടർമാര് എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചോനല്ല. മെഷീനുകൾ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും തെറ്റിക്കാണിക്കാം. അല്ലെ, ഇന്നലെ നോക്കിയിട്ട് ഷുഗർ ഉണ്ട്, ഇന്ന് നോക്കിയിട്ട് ഷുഗർ ഇല്ല. ഒരു സ്ഥലത്ത് നോക്കിയപ്പോ ഷുഗർ ഉണ്ട്, മറ്റേ സ്ഥലത്ത് നോക്കിയപ്പോ ഷുഗർ ഇല്ല. ഇങ്ങനൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരേ സമയം ചെക്ക് ചെയ്ത ഒരേ സ്ഥലത്ത് വെച്ച് 2 പ്രാവശ്യമായി ചെക്ക് ചെയ്തപ്പോ പലതും 2ആയിട്ട് കാണും. ടെസ്റ്റുകളിൽ തകരാറുകൾ ഉണ്ടാകാം, പരിശോധനയിൽ തകരാറുകൾ ഉണ്ടാകാം, സമയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒന്നും കാണുമ്പോഴേക്ക് പോയി കിടന്നു കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിതെന്തിനാ പറഞ്ഞത്? ആ സമയം ഞാൻ അനുഭവിച്ച ടെൻഷൻ. ഇപ്പൊ ഞാനിത് പറയുമ്പോഴൊക്കെ ആകാംക്ഷയോടെ കേട്ടിട്ടാണ് ബാക്കിയായ 5-8 കൊല്ലായില്ലേന്ന് ചിലപ്പോ തോന്നുന്നുണ്ടാകും. അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ അതൊരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഏതെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് ആലോചിച്ചാൽ ആ സന്തോഷം തിരിച്ചു കിട്ടോ? ടെൻഷൻ അടിക്കുന്ന സമയത്ത് സന്തോഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോ ടെൻഷൻ നീക്കി സന്തോഷം തിരിച്ചു വരുമോ? ഇല്ല. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് താൽക്കാലികമായ ജീവിതമാണ്. ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത ലോകമാണ് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഹോസ്പിറ്റലുകൾ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയും, പക്ഷേ ആരോഗ്യം പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. കിട്ടോ?
കൈയിന്റെ കാലിന്റെ ആരോഗ്യം തകർന്നു പോയാൽ പൈസ കൊടുത്താൽ കിട്ടൂലേ? പ്ലാസ്റ്റിക്കിന്റെ കൈ കിട്ടൂലേ? വലിയേറെ 10 പ്ലാസ്റ്റിക്കിന്റെ കൈ ഉണ്ടായാൽ ഒരു വിരലിന്റെ ഫലം കിട്ടുമോ? 10 കൈയിന്റെ ഫലം കിട്ടുമെന്നല്ലേ ഞാൻ ചോദിച്ചു. ഒരു വിരലിന്റെ ഫലം കിട്ടുമോ? നമുക്ക് അല്ലാഹു തന്ന വിരലിൽ ആ വിരലിന്റെ ഒരു ഫലം 10 കൈ ഉണ്ടായാൽ പോലും പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിൽ കിട്ടൂല. 10,000 കൈ ഉണ്ടായാലും കിട്ടൂല. ആ റബ്ബ് തന്ന നിയമത്തിന്റെ വലുപ്പമാ ഞാൻ പറഞ്ഞത്. എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ റബ്ബ് തന്ന നിയമത്തുകൾ മുഴുവനും വളരെ വലുതാണ്. ഏതെങ്കിലും നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിർമ്മലവാദികളോ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളോ അല്ലാഹുവിൽ സംശയം പറയുമ്പോ, റബ്ബിനെ നിഷേധിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുമ്പോ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണേ. അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നാവ് കൊണ്ട് സൊറവറാ പറയുന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ജീവിക്കാനുള്ള ഒരു മൈക്രോ സെക്കൻഡ് ജീവിതം അല്ലാഹ് കണക്കാക്കിയതിന്റെ അപ്പുറത്ത് വാങ്ങിച്ചു തരാൻ കഴിയുന്നൊരു മനുഷ്യനെ കാണിച്ചു തരുമോ? ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറാണ്, ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ലോകത്തെ എല്ലാവരും അന്വേഷിക്കാനും ഒരു നേരം സമയം കിട്ടാനും ശ്രമിക്കുന്ന ക്യാൻസർ രോഗ വിദഗ്ധർ ക്യാൻസർ രോഗം പിടിച്ചു മരിച്ചു എന്ന് പറയുമ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. എന്തുകൊണ്ട് അത്ഭുതം തോന്നുന്നില്ല? ഡോക്ടർ പടച്ചവനല്ല, ഡോക്ടർ രോഗം മാറ്റുന്നവനല്ല. രോഗം മാറ്റുന്നവരൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ താൽക്കാലികമായ ലോകത്തെ ജീവിതത്തിൽ താൽക്കാലികമായ സമാധാനത്തിന്റെ പേരിലോ താൽക്കാലികമായി നമുക്ക് കിട്ടിയ സുഖത്തിന്റെ പേരിലോ സിട്ടാവായ റബ്ബിനെ മറക്കുന്ന അടിമകളെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ. മറിച്ച് ആ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമകളാകണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമകളാകണം. അതിലേക്കാണ് ഖുർആൻ എന്നെയും നിങ്ങളെയും വിളിക്കാൻ കൽപ്പിച്ചത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഓ ഹബീബായ നബിയേ, അവരോട് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ വഴിപ്പെട്ട് ജീവിക്കണേ. യുഹിബ്ബുകുമുല്ലാഹ്, അതാ റബ്ബിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാണ് കേട്ടോ. അവൻ ജീവിതത്തിൽ വിജയത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഉപ്പമാരെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവായി മാറിയില്ലേ? ഔലിയാക്കളുടെ നേതൃത്വ പദവിയിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയില്ലേ? എങ്ങനെയാ എത്തിയത് എന്നറിയോ? ലോകം കണ്ട മുഴുവനും കാരുണ്യമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിവരയിട്ടങ്ങ് ഇത്തിബാഅ് ചെയ്തപ്പോൾ അരുവില്ലാത്ത ഗുഹയുടെ ഉള്ളിൽ മാടപ്രാവുകൾ കാവലിരിക്കുമ്പോൾ അരുവില്ലാത്ത ഗുഹയുടെ ഉള്ളിൽ ചിലന്തി വലകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിരില്ലുകളായി വലയം ചെയ്തിട്ട് നബി തങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരുന്നപ്പോൾ അവിടെ ഇരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുമായുള്ള അടുപ്പം എത്രത്തോളം അധികരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അല്ലാഹ് ദറജ കൊടുത്തുപോയി. അതുകൊണ്ട് ആ ഉപ്പമാരെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ ഹബീബായ നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് എന്നറിയോ? എന്റെ കണ്ണ് കുളിർക്കുന്നത് എപ്പോഴാണ് എന്നറിയോ? ഖുർറത്തു ഐനി, എന്റെ കൺകുളിർമ എന്താണെന്നറിയോ? അങ്ങേ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ഹബീബായ നബി തങ്ങളെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടോ, എത്രത്തോളം നബി തങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ടോ,
അതിനനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ മഹബ്ബത്ത് അധികരിച്ചു പോയി, ഹബീബിനോടുള്ള മഹബ്ബത്ത് അധികരിച്ചു പോയി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ അറിയാൻ കഴിഞ്ഞ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഓ ഹബീബായ നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് കൺകുളിർമയുണ്ടാകുന്നത് ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് ലാഭം കിട്ടുമ്പോഴല്ല, ഒരു ബിസിനസ്സിൽ വല്ലാത്ത ലാഭം കൊയ്തെടുക്കുമ്പോഴല്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുമ്പോഴല്ല, നല്ല മണം കിട്ടുമ്പോഴല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൺകുളിർമയുണ്ടാകുന്ന സമയം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ വയലുകൾ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികൾ, ആ ഹബീബായ നബി തങ്ങളെ കാണാൻ നമ്മളെ മനസ്സിൽ താല്പര്യമില്ലേ? എന്നാ താല്പര്യം അധികരിച്ച് വരണോ? ആ താല്പര്യം കൊണ്ട് പട്ടിണി കിടക്കുന്ന രൂപത്തിലേക്ക് നീ മാറണോ? ആ താല്പര്യവും ആശയും അതേ എനിക്ക് സാക്ഷാത്കരിക്കാതെ ഞാനിനൊരു പണിക്കില്ല എന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് വരണോ? ഹബീബായ നബി തങ്ങളെ അങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ യഥാർത്ഥത്തിൽ നീ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഭക്ഷണം ഒരു പ്രശ്നമല്ല, ഭൂമി ലോകത്തെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും പ്രയാസമല്ല. കാരണം ആ നബി തങ്ങളെ അങ്ങ് അറിയുമ്പോ അവിടുത്തെ അറിയാനാണ് പിന്നെ മനസ്സ് കൊതിക്കുന്നത്, അവിടുത്തെ കാണാനാ കൊതിക്കുന്നത്, അവിടുത്തെ കണ്ട് കൺകുളിർക്കാനാ കൊതിക്കുന്നത്. അതുകൊണ്ടല്ലേ മദീനത്തെ റൗളാ ശരീഫിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് ദിവസങ്ങളോളം ഭക്ഷണമില്ല, പട്ടിണിയാ, വെള്ളം കുടിച്ച് മാത്രമുള്ള ജീവിതമാണ്, എവിടെയും പോകാനില്ല. എന്തിനാ കാത്തിരിക്കുന്നത്? ഞാൻ പഠിച്ചൊരു ഹബീബായ നബിയുണ്ടല്ലോ, അത് വല്ലാത്ത കാരുണ്യമുള്ള നബിയാണല്ലോ. അവിടുത്തെ കാണണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ആ മദീനത്തെ റൗളാ ശരീഫിന്റെ മുന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരുന്നിട്ട് എന്നെ വില വെക്കാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്തൊരു പ്രവാചകൻ, അങ്ങനെ ഒരു പ്രവാചകനെ എനിക്ക് പരിചയമില്ലല്ലോ. ഞാൻ അറിയുന്ന നേതാവരാ, എന്റെ വിഷമത്തിൽ വിഷമിക്കുന്ന നേതാവാണ്, എന്റെ ഹിദായത്തിന് വേണ്ടി മുൻപല്ല സമ്മാനിച്ച നേതാവാണ്, എന്റെ ഈമാനിന്റെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നേതാവാണ്. എന്തിനധികം പറയാനാ? ശത്രുപക്ഷത്ത് നിൽക്കുന്ന അക്രമങ്ങളെ വിടുന്നവര് പോലും എങ്ങനെയെങ്കിലും ഹിദായത്തിന്റെ വഴിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോഴാ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഓ ഹബീബായ നബിയേ, അങ്ങ് അവരെയൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചു കളയാന്ന് വിചാരിക്കുന്നുള്ളൂ, അവരെയൊക്കെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയൂല നബിയേ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഹബീബായ നബിയേ, അങ്ങ് വിചാരിക്കുന്നവരൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചു, എല്ലാരെയും അങ്ങ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കളയാമെന്ന് അങ്ങ് കരുതേണ്ടതില്ല. ഹിദായത്തിന്റെ വഴി തെളിച്ചു കൊടുക്കുന്നവൻ റബ്ബാണ്, അവനല്ലാതെ ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല നബിയേ. ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ കബൂലാക്കി തരണേ അല്ലാഹ്. ഇവിടെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തുവല്ലോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അറിയാൻ കഴിയുന്നുണ്ടോ? കാണണമെന്ന ചിന്ത മനസ്സിൽ നിന്ന് വിട്ടുമാറൂല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാലോ മദീനയിലെത്തിയിട്ട് എങ്ങനെ പിക്ചർ എടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കൂല, അവിടെ എത്തിയിട്ട് എങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കൂല. കാരണം മദീനയിലേക്കുള്ള യാത്ര അത് ടൂറിസ്റ്റിന്റെ യാത്രയല്ല, ടൂറിന്റെ ട്രിപ്പല്ല, മറിച്ച് ഹബീബായ നബി തങ്ങളുമായുള്ള അടുപ്പത്തിനുള്ള ബന്ധത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ മാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രപ്പുറത്ത് കയറിയിരിക്കുന്നു. മുആദ് തങ്ങളോട്
തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, യമനിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്നെ ഇതുപോലെ കാണാൻ കഴിയൂല. എന്റെ ഖബറിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുമ്പോ അത് മുആദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. വാഹനപ്പുറത്ത് കയറിയ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്ന സമയത്ത് ഈ ഉദിക്കുന്ന ചന്ദ്രനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ സൂര്യനിലേക്ക് നോക്കിയാൽ കണ്ണിലേക്ക് പ്രകാശം തട്ടിയിട്ട് കണ്ണിന് പ്രയാസപ്പെടുമോ എന്നുള്ള ബുദ്ധിമുട്ടുള്ള പേടിയാണ്. സൂര്യന്റെ രശ്മികൾ ശരീരത്തിലേക്ക് തട്ടിയിട്ട് സൂര്യാഘാതമേറ്റ് മരിച്ചു എന്ന് പറയുമോ എന്ന് പേടിക്കേണ്ടതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനേക്കാൾ വെളിച്ചമാണ്, ചന്ദ്രനേക്കാൾ തിളക്കമാണ്, എല്ലാ നിലക്കും ഉന്നതമായ ഭംഗിയും ഉന്നതമായ സ്ഥാനവും അല്ലാഹ് നൽകിയ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി